وضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ആദ്യത്തെ വറഫഅന ലക സിക്റക് അവരെ എടുത്തതാണ് അല്ലേ. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, പിന്നെ വഇന്ന മഅൽ ഉസ്രി യുസ്ര. ആ രണ്ട് ആയത്താണ് നമുക്ക് എടുക്കാനുള്ളത്. തജ്വീദ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫ കഴിഞ്ഞിട്ട് ഇ എന്ത് ചെയ്യണം? വെളിവാക്കണം. കാരണം ഖതഇന്റെ അംസയാണ്. അപ്പം എങ്ങനെ ഓതണം? ഫ ഇ അല്ലേ. ഫ ഇന്ന തരിമൂക്ക് തരിപ്പിക്കണം. നൂനിനെ ഉന്നത്തോടു കൂടി ഓതണം, തരിമൂക്ക് തരിപ്പിച്ചുകൊണ്ട് ഓതണം. അപ്പോൾ ഓതേണ്ടത് ഫ ഇന്ന, പിന്നെ മഅൽ ഉസ്രി അതിന് ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മഅൽ ഉസ്രി രണ്ടാമത്തെ യാ ആണ്. അപ്പം ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര. റാ കുറേ നീട്ടണ്ട, ഒരു രണ്ട് കതിർ ഒരു നാട്ടച്ചേക്ക് നീട്ടിയാൽ മതി. അപ്പം ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര. പിന്നെ അടുത്ത തന്നെ ഇന്ന, അവിടെയും ഈ ഉച്ചരിക്കണം, കാരണം ഖതഇന്റെ അംസയാണ്. പിന്നെ പറയുന്നത് ഇന്ന മഅ, പിന്നെ
ഇന്നമ അൽ ഉസ്രി യുസ്ര. ഇനി അതിന്റെ അർത്ഥം പറഞ്ഞോളി. ഫഇന്ന, ആ തീർച്ചയായും. മഅ്സിർ എന്ന് പറഞ്ഞാൽ പ്രയാസം, ഉസ്ർ പ്രയാസം. പിന്നെ യുസ്ര എളുപ്പം, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ആ ഇന്നമ അൽ യുസ്രി യുസ്രി യുസ്ര. അപ്പോൾ തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. വീണ്ടും പറയാണ്, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. എന്താ ഇപ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്? ആ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഹൃദയവിശാലത നൽകിയില്ലേ? അലം നശ്റഹ് ലക സദ്റക്. മുഹമ്മദ് നബിയെ നിനക്ക് നാം ഹൃദയവിശാലത നൽകിയില്ലേ? ആ ഒരു അനുഗ്രഹം എടുത്തു പറയാം. എന്നിട്ട് വീണ്ടും പറയാണ് വവളഅന അൻക വിസ്റക്. മുഹമ്മദ് നബിയെ താങ്കളുടെ ഭാരം നാം ഇറക്കി വെച്ച് തന്നില്ലേ? പിന്നെ അവിടെ രണ്ട് ആശയമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ രണ്ടാശയം? ഒന്ന് ദഅവത്തിന്റെ ഭാരം, രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ഏത് ഉദ്ദേശിച്ചാലും ഉദ്ദേശിക്കുന്നത് ശരിക്കും ദഅവത്തിന്റെ ഭാരമാണ്. പിന്നെ അല്ലദീ അൻഖള ലഹ്റക്, നബിയെ താങ്കളുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ആ ഭാരം. എന്തിനാ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ഭാരം എന്ന് പറഞ്ഞത്? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അമിതമായി ചുമട് വഹിക്കുമ്പോൾ അവൻ്റെ മുട്ടുംകാലൊക്കെ നേരെ താഴോട്ടിട്ട് ഇരിക്കാൻ തോന്നും. ആ മുതുകൊക്കെ അങ്ങോട്ട് വളയും അല്ലേ? ആട് ഞെരുങ്ങിപ്പോവും. ഇതേപോലെ മനുഷ്യന് ടെൻഷൻ, ഒരു പ്രശ്നത്തിലുള്ള സഹിക്കാൻ കഴിയാത്ത ടെൻഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഓനെന്ത് ചെയ്യും? ഇരുന്നു പോവും അല്ലേ? ഓൻ്റെ എല്ലാം അസ്തമിച്ചു പോകും. ഈ രൂപത്തിലുള്ള ഭാരം അള്ളാഹു ഇറക്കി തന്നില്ലേ? പിന്നെ പറഞ്ഞു വറഫഅനാ ലക ദിക്റക്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് താങ്കളുടെ കീർത്തി നാം ഉയർത്തി തന്നില്ലേ? എന്തിനാ കീർത്തിയെ പറ്റി അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഏതൊരു മനുഷ്യനും ജന്മനാ ഉള്ള ഒരു വാസനയാണേത്? ഞാൻ പ്രശസ്തവനാവണം, എല്ലാവരും എന്നെ അറിയണം, ഞാൻ അറിയപ്പെടണം എന്ന ആഗ്രഹം ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല ഈ കീർത്തി അള്ളാഹു തആല ഉയർത്തി കൊടുത്തു. എങ്ങനെയൊക്കെയാണത്? ഒരുപാട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കുത്തുബ പറയുമ്പോഴും അല്ലേ ഒക്കെ നബിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നബിയെ ഓർക്കേണ്ട. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ നബി ഓർക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഫ. അതിനാൽ ഇന്ന, തീർച്ചയായും, മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുണ്ടാവുക എന്നുള്ള. ഇനി നിങ്ങൾ നോക്കി, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കയറ്റം ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? ഇറക്കം ഉണ്ടാവും അല്ലേ? കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടാവും, ഇറക്കം കഴിഞ്ഞാൽ കയറ്റവും ഉണ്ടാവും. ഇതാണ് ദുനിയാവിലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണിത്, ഒരു ചര്യയാണ്. ആർക്കും അള്ളാഹു തആല കീർത്തിയോ പ്രശസ്തിയോ നൽകൂല. അതിൻ്റെ മുമ്പിൽ എന്തുണ്ടാവും? ഒരുപാട് ത്യാഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഠിനാധ്വാനങ്ങളുടെയും ഇത് അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? ഒരാൾ പ്രശസ്തന എന്ന് പറയുന്നുണ്ടെങ്കിൽ വെറുതെ അയാൾ പ്രശസ്തനാവൂല. അതിൻ്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. ഓന് റാങ്ക് കിട്ടി, ഇന്ന മോന് റാങ്ക് കിട്ടി എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ മോനതിൻ്റെ മുന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓനെ ഡോക്ടറേറ്റ് കിട്ടിയത്. വെറുതെ അങ്ങോട്ട് കിട്ടിയതല്ല അല്ലേ? ഓൻ CA പാസ്സായത് കഠിനാധ്വാനം ചെയ്തിട്ടാണ്. അപ്പൊ ഒരു കഠിനാധ്വാനത്തിന് ശേഷമാണ് എന്ത് വരിക? ഒരു നല്ല ആശ്വാസം എന്ന് പറയുന്നത് വരിക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻ സമുദായത്തെ പറ്റി പറയുന്നിടത്ത്, മുൻ പ്രവാചകന്മാരെ പറ്റിയും ആ സമുദായത്തെ പറ്റിയും ഒക്കെ പറയുന്നിടത്ത് അള്ളാഹു തആല പറയുന്നത് കാണാം. എന്താണ്? അം അസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യതികും മസലുൽ ലദീന
ഖലഉ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ പാത, ആ മുമ്പുള്ളവരുടെ ചര്യ നിങ്ങൾക്ക് വന്നെത്താതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്ത്? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ, ആ മുൻ സമുദായക്കാർക്ക് അവർക്കൊക്കെ എന്ത് ബാധിച്ചിട്ടുണ്ട്? ദുരിതങ്ങളും പ്രയാസങ്ങളും അവർക്ക് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വസുൽസിലു, അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മത്താ നസ്റുല്ലാഹ്, ആ കാലഘട്ടത്തെ പ്രവാചകനും ആ പ്രവാചകനെ വിശ്വസിച്ച വിശ്വാസികളും പറയുമാർ വിറപ്പിക്കപ്പെട്ടു. എങ്ങനെ അവർ പറഞ്ഞത്? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുക എന്ന് പറയുമാറ് ആ സമുദായത്തിൻ്റെ ആ പ്രവാചകരും ആ വിശ്വാസികളും അതിനുമാത്രം പരീക്ഷണങ്ങൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻ സമുദായത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കണം. പക്ഷേ അങ്ങനെയൊക്കെ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർ തരണം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശേഷമൊക്കെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദുനിയാവിൽ വെച്ച് തന്നെ ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറം ഒരു ആശ്വാസം അവർക്ക് എവിടെ ലഭിക്കും? നാളെ പരലോകത്ത് വെച്ചും ലഭിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്ത് മറ്റൊരായത്ത് കാണാം, ഹത്താ ഇദസ്തൈ അസർ റുസുലു, ആ പ്രവാചകന്മാർ പിന്നെ നിരാശപ്പെടുമാറായി, വലന്നു അന്നഹും കത് കുതിബു, ജനങ്ങളൊക്കെ പ്രവാചകന്മാരെ കളവാക്കി എന്നവർ ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ജാഅഹും നസ്റുന, ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ സഹായം ആ പ്രവാചകന്മാർക്ക് എത്തിയത്. ഫനുജിയ മൻ നശാ, അങ്ങനെയാണ് നാം ഉദ്ദേശിക്കുന്നവരെ നാം രക്ഷപ്പെടുത്തിയത്. വലാ യുറദ്ദു ബഅ്സുന അനിൽ ഖൗമിൽ മുജ്രിമീൻ, നമ്മുടെ ശിക്ഷ കുറ്റവാളികളായ ആളുകളിൽ നിന്ന് എന്തിയില്ല, തടുക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം ആ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ അവരൊക്കെ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ മുൻ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഓരങ്ങളിലൂടെ മല്ലങ്ങനെ ഒന്ന് കാലടി വെച്ച് നിങ്ങൾ നടന്നു നോക്കി. ആരാ യൂസുഫ് നബി അലൈഹി സ്വലാം? അയാളുടെ പിതാവ് ആരാ? യാക്കൂബ് നബി അലൈഹി സ്വലാം അല്ലേ? ആ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചത്? ഒരുപാട് തുടരെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒന്ന്, ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? സ്വന്തം സഹോദരന്മാർ, ബാപ്പൊത്ത സഹോദരന്മാർ ബാപ്പനിൽ നിന്ന് മെല്ലെ എടുത്തിട്ട് എന്ത് ചെയ്തു? കിണറ്റിലട് കൊണ്ടുപോയി. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇത്ര വലിയൊരു ക്രൂരത. കാരണം എന്താ? അസൂയ അല്ലേ? അസൂയ കാരണം കിണറ്റിലെറിയപ്പെട്ടു. ആ കിണറ്റിൽ നിന്ന് ആരോ വാരിയെടുത്ത് പൊക്കിയെടുത്ത് എന്ത് ചെയ്തു? കുറെ കഴിഞ്ഞപ്പം അടിമയായി വിൽക്കപ്പെട്ടു. പിന്നെ വളർന്നു വന്നപ്പോൾ കുറെ പ്രായമൊക്കെ ആയപ്പോൾ, പ്രായപൂർത്തിയൊക്കെ ആയപ്പം ജയിലിലടക്കപ്പെട്ടു, തുറുങ്കിലടക്കപ്പെട്ടു അല്ലേ? പിന്നെ തുറുങ്കിലടക്കപ്പെട്ടു. പിന്നെ തുറുങ്കിലടക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ്റെ അഭിമാനങ്ങൾ നോക്കി, നമ്മൾ ജയിലിലടക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടാൽ എന്താ ഉണ്ടാവുക? ഇത്ര അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു സംഗതി ഉണ്ടോ? അപ്പം അഭിമാനക്ഷതം ഉണ്ടായി. പിന്നെ അവിടെ നിന്നൊക്കെ ഒരുപാട് അക്രമങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാം വിധേയമായപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം അനുഭവിച്ചപ്പോൾ അതിനുശേഷം അള്ളാഹു മഹത്തായ ആശ്വാസം നൽകുകയാണ്. എന്താണ് ആശ്വാസം? ഈജിപ്തിൻ്റെ ഭരണാധികാരിയാവാണ്. ഈജിപ്തിലെ ഫുഡ് മിനിസ്റ്റർ ആവുകയാണ് അല്ലേ? ഫുഡ് വിതരണം ചെയ്യാനുള്ള മിനിസ്റ്റർ, അവിടുത്തെ ഖജനാവിൻ്റെ മന്ത്രി, ഇതൊക്കെ ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാമായി മാറാണ്. പിന്നെ ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ഈ കിണറ്റിലിട്ട മക്കള് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിലേക്ക് വരികയാണ് അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളൊക്കെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട്, അവിടെ നിന്ന് അടിമയായി വിൽക്കപ്പെട്ട്, അവിടെ നിന്ന് വളർന്ന് വലുതായി ജയിൽ തുറുങ്കിലടക്കപ്പെട്ട്, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കാലടിയിലും യൂസുഫ് നബി അലൈഹി സ്വലാം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച യൂസുഫ് നബി അലൈഹി സ്വലാമിന് അവസാനം അള്ളാഹു തആല ആശ്വാസം നൽകണത് എങ്ങനെ? ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി, മന്ത്രിയായി അള്ളാഹു തആല മാറ്റുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള എന്താ? ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. കണ്ടങ്ങൾ,
ഒരു പ്രയാസം തരണം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു ആശ്വാസം വരും എന്നുള്ളതാണ്, എളുപ്പം വരും എന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച ദുരിതം പ്രയാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ്? ഒരുപാട് ദുരിതങ്ങൾക്ക് വിധേയനായിട്ടുണ്ടാര്, പ്രയാസങ്ങൾക്ക് വിധേയനായിട്ടുണ്ടാര്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്രത്തോളം എന്ന് വെച്ചാൽ ആ നാട്ടുകാർ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിട്ടു? തീ കുണ്ടാരത്തിലിട്ടു. തീ കുണ്ടാരത്തിലിട്ടപ്പം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്തുണ്ടാ? ഒരു മാറ്റമില്ല. ആ വിശ്വാസത്തിൽ നിന്ന് മാറിയോ? ഇല്ല. തൗഹീദിൽ നിന്ന് അദ്ദേഹം മാറിയില്ല. അള്ള രക്ഷിക്കും. ആ കൊണ്ടുപോയിടുമ്പോഴും ഹസ്ബുനല്ലാ എന്നാണ് ആര് പറയുന്നത്? അള്ള മതി എനിക്ക് എന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പിന്നെ തീയിൽ കൊണ്ടുപോയിടുന്ന സമയത്ത് തന്നെ ആർക്ക് ആശ്വാസം നൽകുകയാണ്? സാധാരണ തീയിലിട്ട് ഒരാൾ രക്ഷപ്പെടുമോ? നമ്മുടെ ഇതിൽ തീ കുണ്ടാരത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം നമ്മളെ ഒരാളാണ് കൊണ്ടുപോയിട്ടാൽ പിന്നെ രക്ഷപ്പെടുമോ? ഇല്ല. വളരെ അപൂർവമാണ് രക്ഷപ്പെടാം. അവിടെ വെച്ച് അള്ളാഹു തആല എന്ത് ചെയ്തു? ആശ്വാസം, ആ രക്ഷ എന്ന ആശ്വാസം ആർക്ക് നൽകി? തീ സാധാരണ ചൂടാണെങ്കിൽ അള്ളാഹു തആല ആ തീയിന് തണുപ്പേകി എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കും. അപ്പം ഖാലു, വിശുദ്ധ ഖുർആൻ ഇത് സൂചിപ്പിക്കണോ? നിങ്ങൾ ഖാലു, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തെ ജനത പറഞ്ഞു, എന്ത്? ഹരിക്കൂ, ഇബ്രാഹിം നബിയെ കത്തിക്കരിച്ച് കളയുക നിങ്ങൾ. വൻസുറു ആലിഹത്തക്കും, നിങ്ങളുടെ പരദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അടിയുറച്ചു നിന്നപ്പോഴാണ് അവരിങ്ങനെ കത്തിക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തിനാണത്? അവരെ പരദൈവങ്ങളെ സംരക്ഷിക്കാൻ. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ എന്താ? അള്ളാഹു തആല എന്ത് പറഞ്ഞു? അങ്ങനെ അവർ കൊണ്ടുപോയി തീ കുണ്ടാരമൊക്കെ ഒരുക്കി അതിൽ കൊണ്ടുപോയിട്ടപ്പം അള്ളാഹു തആല പറഞ്ഞു, കുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഓ തീയെ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പും രക്ഷയും ആവുക എന്ന് അള്ളാഹു തആല തീയിനോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നോക്കി നിങ്ങൾ, പ്രയാസങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോയിട്ടാണ് ആർക്ക് ആശ്വാസം കിട്ടിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആശ്വാസം കിട്ടിയത് എന്ന ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവും അതേപോലെ തന്നെ. മൂസാ നബിക്ക് എങ്ങനെ കിട്ടിയത്? മൂസാ നബി വളർന്നു വരുന്ന കാലഘട്ടം എന്താ? എല്ലാ പറന്ന് വീണ ആൺകുട്ടികളാണോ ഉടനടി കൊല ചെയ്യപ്പെടും. കാരണം എന്താ? ആരുടെ ഓർഡറാണ്? ഫിർഔനിന്റെ ഓർഡറാണ്. ആൺകുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൊല ചെയ്യപ്പെടണം എന്ന ഓർഡറുള്ള കാലഘട്ടത്താണ് ആര് ജനിക്കണത്? മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുക. ഒരു ഉമ്മന്റെ പ്രയാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെറിയൊരു ആൺകുട്ടി ഉണ്ടായിട്ട് ആ ആൺകുട്ടിനെ അവിടുത്തെ ഭരണാധികാരി കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പിക്കണ ആ ഉമ്മന്റെ ആ പ്രയാസങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. ഉടനെ തന്നെ അള്ളാഹു ഉമ്മക്ക് തോന്നിപ്പിച്ചു. എന്താ തോന്നിപ്പിച്ചത്? നൈൽ നദിയിൽ ഇടാൻ, അല്ലേ? പെട്ടിയിലാക്കി ഇടാൻ. എന്നിട്ട് അള്ളാഹു തആല ഇൽഹാം നൽകി. എന്താ നൽകിയത്? ആ കുട്ടിയെ നിനക്ക് അള്ളാഹു തആല തിരിച്ച് തരും എന്ന് അള്ളാഹു തആല. അങ്ങനെ ആ പെട്ടിയിലാക്കി നൈൽ നദിയിലിട്ടു. ആ നദിയിൽ നിന്ന് ആരെടുത്തു? ഫിർഔനും കൂട്ടരും അതിനെടുത്തു, അല്ലേ? ഫിർഔനും കൂട്ടരും എടുത്തു. എന്നിട്ട് ആ കൊട്ടാരത്തിൽ കൊല ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ കുറ്റവാളിയായ അഥവാ അക്രമിയായ ആ രാജാവിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാം വളർന്നു വന്നു. നോക്കി നിങ്ങൾ, അള്ളാഹ് സംരക്ഷിക്കണ രൂപം നമുക്കൊരു പ്രയാസാന്ന് തോന്നും, പക്ഷേ അള്ളാഹു തആല പിന്നെ അവിടെ നിന്ന് വളർന്നു. മൂസാ നബിക്ക് പ്രായമായി. അങ്ങനെ പിന്നെ ഒരു കിഫ്റ്റ് രണ്ടാളുകൾ തമ്മിൽ, രണ്ട് വിഭാഗം ആളുകൾ തല്ലുകൂടിനെ കണ്ടപ്പം മൂസാ നബി കൈ അവിടെ വന്ന് വെച്ചു കൊടുത്തു. അപ്പം അയാൾ മരിച്ചു. ആ കൈയാണ്ട് വെച്ചപ്പോൾ എന്ത് ചെയ്യും? അയാൾ വീണ് മരിക്കാനിടയായി. ഉടനെ തന്നെ എന്ത് ചെയ്യും? മൂസാ നബിയെ കൊല ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഉടനെ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിന്റെ അനുയായികള് നിങ്ങൾ വേഗം നാട് വിട്ടോളൂ. അന്ന് പ്രവാചകനായിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് നാട് വിട്ടോളി, ആളുകളൊക്കെ നിങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നാട് വിടുന്നു. ആ നാട് വിട്ട ആ വഴിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂസാ നബി അലൈഹി സ്വലാമിന് എന്ത് കിട്ടുന്നത്? അതിന് ശേഷമാണ് എന്ത് കിട്ടണത്? വഹിയൊക്കെ ലഭിക്കുന്നത്, അല്ലേ? അതിനുശേഷമാണ് വിവാഹം കഴിക്കണതൊക്കെ. ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ആ വിവാഹം കഴിക്കണ രംഗം എങ്ങനെയാണ്? വിവാഹം കഴിക്കണ രംഗം 10 കൊല്ലം ആടുകളെ വളർത്തിയതിന് ശേഷമാണ് ആർക്ക്? ഷുഐബ് നബി അലൈഹി സ്വലാം മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. 10 കൊല്ലം സേവനം ചെയ്തിട്ടാണ് അത്. ആ 10 കൊല്ലം സേവനം ചെയ്യലാണ് മഹർ എന്ന് പറയുന്നത്. ആ മഹറിന് പകരം ആണ് ഈ 10 കൊല്ലം.
വേണമെങ്കിൽ കൂടുതലും ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയൊക്കെ പ്രയാസപ്പെട്ടിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം എന്ന അനുഗ്രഹം നൽകിക്കൊണ്ട് എന്ത് ചെയ്യാണ്? അയാൾക്ക് ആശ്വാസം നൽകുക. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏതൊരു പ്രയാസത്തോടൊപ്പം എന്തുണ്ടാവും? ഒരു ആശ്വാസം വരും, ഒരു എളുപ്പമുണ്ടാകും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും. ഇങ്ങനെ മൂസാ നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവസാനം ആ വളർത്തിയ കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ് ആര്? ഫിർഔനിന്റെ ഒരുപാട് സംവാദങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ പല സമയത്തും മൂസാ നബിയെ കൊല ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കണ ആ ഫിർഔനും കൂട്ടരും അവസാനം ഫിർഔനും അവന്റെ ആളുകളും വലിയ പ്രമുഖരുമൊക്കെ ആയ ആളുകൾ മൂസാ നബിയെയും വിശ്വാസികളെയും കൊല ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു. അങ്ങനെ അവര് ആ കടൽ തീരത്തെത്തി, അല്ലേ? ആ നദീ തീരത്തെത്തിയപ്പോ ഫിർഔനും കൂട്ടരും ബാക്കിലുണ്ട്, അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ രക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ പറയും. നോക്കി നിങ്ങൾ. വഔഹൈനാ ഇലാ മൂസാ നബി അലൈഹി സ്വലാമിന് നാം വഹി നൽകി. നിന്റെ വടി കൊണ്ട് നീ കടലിന് അടിക്കുക, സമുദ്രത്തിൽ അടിക്കുക. ഫം ഫലക. ആ അടിയുടെ ഭാഗമായി ആ സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അദീം. ഓരോ ഭാഗവും വലിയ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെപ്പോലെ ആയിത്തീർന്നു. വഅദ്ലഫനൽ ആഖരീൻ. ഫിർഔനെയും കൂട്ടരെയും ആ കടലിന്റെ അടുത്തേക്ക് അല്ലാഹു തആല അടുപ്പിച്ചു. വഅൻജൈനാ മൂസാ വമഅഹു. ആ മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബിയോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. അജ്മഈൻ, എല്ലാവരെയും. സുമ്മ അഖ്റഖനൽ ആഖരീൻ. ആ ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു തആല മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപാട് പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ വിധേയനായ ആ മൂസാ നബി അലൈഹിസ്സലാം, അതിന് കാരണക്കാരാരാണോ അവരെ അള്ളാഹു തആല മുക്കിക്കൊല്ലുകയും മൂസാ നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്നത് കാണാം, പല സൂറത്തുകളിലും പറയുന്നത് കാണാം. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള പഠിക്കാനുള്ള ഒരു പാഠം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തോടൊപ്പമാണ് എന്തുണ്ടാവുക? എളുപ്പം എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടാകുക എന്നുള്ളത്. ഇനി യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കി. യൂനുസ് നബിന്റെ ചരിത്രം എന്താ? മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടാൻ എന്താ കാരണം? യൂനുസ് നബിയെ അല്ലാഹു തആല എവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്? നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? യൂനുസ് നബി അലൈഹി സ്വലാം. ആ യൂനുസ് നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത് ആരും സ്വീകരിക്കണില്ല. സ്വീകരിച്ച് മനമടുത്തുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആ നീനവക്കാരിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് ഓടിപ്പോവുകയാണ്. അതിന് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. ശരിക്കൊരു പ്രവാചകനെ ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കാതെ ഓടിപ്പോകണമെങ്കിൽ ഹിജ്റ പോകണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൻ്റെ അനുമതി വേണം. ഈ അനുമതി ഇല്ലാതെ പ്രവാചകൻ പോയി എന്ന തെറ്റാണ് യൂനുസ് നബി അലൈഹി സ്വലാമിനുണ്ട്. അങ്ങനെ പോയി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വിഴുങ്ങി മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ രക്ഷപ്പെട്ട കഥ വേറെ എവിടെയുണ്ടോ? ഇല്ല. എല്ലാവരും 100% ഉറപ്പിക്കും മത്സ്യം വിഴുങ്ങിയ കഴിഞ്ഞിലെ കഥ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തുകയാണ്, അല്ലേ? ആ എത്രയോ ഇരുട്ടുകൾ, മത്സ്യത്തിൻ്റെ ഇരുട്ട്, കടലിൻ്റെ ഇരുട്ട്, ആ വയറിന്റെ ഇരുട്ട്, എല്ലാ ഇരുട്ടുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്താനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? യൂനുസ് നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് അള്ളാഹുവിന് തസ്ബീഹും തക്ബീറും തഹ്മീദും ചെല്ലുന്ന, അഥവാ ധാരാളമായി അള്ളാഹുവിന് സിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു ആര്? യൂനുസ് നബി. ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം അകപ്പെട്ട ഒരു ദുരിതത്തിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് ആശ്വാസം നൽകിയത്. ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പം നമ്മൾക്ക് ജീവിച്ചിരിക്കണം, നല്ലപ്പം കാലത്ത്, ആരോഗ്യം ഉണ്ടാവണ കാലത്ത് എന്ത് ചെയ്യണം? പടച്ച തമ്പുരാന് കൊടുക്കേണ്ട അവകാശം നമ്മൾ കൊടുക്കണം. ഒരു ദിക്ർ ചെല്ലാനും ഒരു തസ്ബീഹ് ചെല്ലാനും അതിനൊക്കെ നമ്മൾ റെഡിയാവണം, ഇല്ലേ? ആക്കെ ഇങ്ങനെ അവസാനം മരിക്കാൻ നേരത്ത് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് കട്ടിൽ കിടക്കുമ്പോൾ എണീക്കാനും കഴിയില്ല, മൂത്രയിക്കാൻ പോകാനും കഴിയില്ല, അമ്മാമിൽ പോകാനും കഴിയില്ല, അങ്ങനെ ഉണ്ടാവുന്ന രംഗത്ത് നമ്മൾ എന്ത് ചെയ്യും? അള്ളാ എന്ന് പറയും. അതല്ല വേണ്ടത്. ഐശ്വര്യത്തിന്റെ കാലഘട്ടത്ത്, ആരോഗ്യം ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്താൽ
പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ അള്ളാഹുവിനോട് അടുത്തതിൻ്റെ ആ ദിക്ർ ചൊല്ലിയതിൻ്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രക്ഷ നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പിന്നെ ആ യൂനിസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ തെളിവ്? ആയത്ത് അവസാനിക്കുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീന. യൂനിസ് നബി അലൈഹി സ്വലാമിനെ മാത്രമല്ല രക്ഷപ്പെടുത്തുക, അള്ളാഹു എന്ത് ചെയ്യും? സത്യവിശ്വാസികളായ ആളുകളെയും ഇതേ പ്രകാരം രക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അതിനെന്ത് വേണം? റബ്ബിനോട് അടുക്കണം. റബ്ബിനോട് നമ്മൾ കൂടുതൽ തഹജ്ജുദും അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളും ദിക്റും ദുആയുമായിട്ട് അടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അപകടത്തിലോ പിന്നെ ഇതിലൊക്കെ അകപ്പെടുമ്പോൾ ആ റബ്ബ് തമ്പുരാൻ അതിൻ്റെ കാരണമായി അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും, ആശ്വാസം നൽകും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് അതിലും പണ്ഡിതന്മാർ പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. എന്താ മുഹമ്മദ് നബിയുടെ ജീവിതം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജനിച്ചതന്നെ ആരില്ല? പാപ്പല്ല. കുറച്ചൊരു കഴിഞ്ഞപ്പോൾ എത്രാമത്തെ വയസ്സിലാണ്? 6ാമത്തെ വയസ്സിൽ ആര് മരിച്ചു? ഉമ്മയും മരിച്ചു. 6ാമത്തെ വയസ്സിലൊക്കെ ഒരു കുട്ടീൻ്റെ ഉമ്മയുടെ പോവാന്ന് പറയുന്നത് ആലോചിക്കും നിങ്ങൾ. 8ാമത്തെ വയസ്സിൽ പിന്നെ ആരുണ്ടായിന്? വാപ്പല്ല. പിന്നെ ആരുള്ളത്? വല്യാപ്പ അബ്ദുൽ മുത്തലിബ്. 8ാമത്തെ വയസ്സിൽ വല്യാപ്പ. ഇതിനേക്കാൾ ഒരു മനുഷ്യന് പ്രയാസം എന്താ? പിന്നെ അത്താണിയായിരുന്ന അബൂ ത്വാലിബ് പിതൃവ്യനും മരിച്ചു അല്ലേ? ഇങ്ങനെ ബന്ധപ്പെട്ടവരൊക്കെ അള്ളാഹു തആല എടുത്തുകൊണ്ടുപോയാൻ അവസാനം യതീമായി ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല 40ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകിയപ്പോൾ അതാ ഖുറൈശികളൊക്കെ പാടെ ഇളകി പുറപ്പെട്ടിട്ട് എന്ത് ചെയ്തു? മുഹമ്മദ് നബി കള്ളനാണ്, മുഹമ്മദ് നബി ഷായിറാണ്, മുഹമ്മദ് നബി മജ്നൂനാണ് എന്ന് പലരും പറയാൻ തുടങ്ങി. പറയാനുള്ള കാരണം എന്തേ? മുഹമ്മദ് നബി വന്നിട്ട് പറഞ്ഞു, എന്ത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം. പോരാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നതോടൊപ്പം ഈ ജീവിതത്തിന് ശേഷം വീണ്ടും ഒരു പുനർജീവിതമുണ്ട്, മരണത്തിന് ശേഷം വീണ്ടും ജീവിതമുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്തത്? മുഹമ്മദ് നബിയുടെ ശത്രുക്കളായി മാറിയത്. ആ ശത്രുത അങ്ങോട്ട് പിന്നെ വൈക്കോലിന് തീ കത്തുന്ന പോലെ കത്തിപ്പിടിച്ച് അവസാനം സഹാബികളൊക്കെ ഒരുപാട്, ഇപ്പം ബിലാൽ റളിയല്ലാഹുവിനെ പോലുള്ള സഹാബികളെ നെഞ്ഞത്ത് പാറക്കല്ല് കയറ്റിവെച്ച് അതിശക്തമായ ചൂടുള്ള മണലാരണ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കെട്ടിയിട്ട് കാലിനും കയറിട്ടും കയ്യിനും കയറിട്ടും ഊരക്കും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന അത്ര ശക്തമായ പീഡനത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വിധേയരായി. ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് കൽപ്പിച്ചു, എന്ത്? ആ സഹാബത്തിനോട്, ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന സ്വസ്ഥതയില്ലാത്ത ഈ ജനതയോട് അബിശീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് ആ ഓർഡർ നൽകി, നിങ്ങളൊക്കെ അബിശീനിയയിൽ പോകും. പക്ഷേ എല്ലാവരും പോയില്ല. അവിടെ ഏതാനും ചില ആളുകൾ വീണ്ടും ദഅവത്ത് നടത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദഅവത്ത് നടത്തിയപ്പോൾ മുഹമ്മദ് നബി ദൗത്യത്തിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ട് പിൻവാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാൻ വേണ്ടി അവർ മീറ്റിംഗ് കൂടി ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന നടത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മഹാനായ അബൂബക്കറിനെയും കൂട്ടി എവിടെ പോകണത്? ഹിജ്റ പോകണത്. മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുമതി ലഭിക്കണം. ആ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ ഹിജ്റ പോകുന്നു. ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ നാളുകളും പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം, തിരമാലകൾക്ക് പുറമെ വീണ്ടും പ്രയാസങ്ങളുടെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് മദീനയിലെത്തിയപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടി അല്ലേ? ഒരല്പം കുടിനീര്, ദാഹിക്കുന്നവന് കുടിനീര് ലഭിക്കുന്നത് പോലെ മദീനയിലെത്തിയപ്പോൾ ഒരല്പം ആശ്വാസം കിട്ടി. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അവിടെ ആശ്വാസം കിട്ടി. കുറേ കാലം അവിടെ ഒരു വലിയ പിന്നെ രാഷ്ട്രം പോലെയൊക്കെ പണിതു, ഒരു ഇസ്ലാമിക രാജ്യം അവിടെ പണിതു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ശത്രുക്കൾ വീണ്ടും ഇളകി പുറപ്പെടുകയാണ്. ആരൊക്കെ? മക്കായിലെ മുശ്രിക്കുകളും മദീനയിലെ ജൂതന്മാരും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കപടന്മാരും മുശ്രിക്കുകളും ഒക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന എന്ന് പറയുന്ന ആ രാഷ്ട്രം അവർ വളയാണ് അല്ലേ? ആ രാഷ്ട്രം എങ്ങനെ പിന്നെ വളയാണ്, ഉപരോധം നടത്തുകയാണ്. എല്ലാവരും കൂടിയിട്ട് മദീനയിലുള്ള മുസ്ലിങ്ങളൊക്കെ കൊല ചെയ്യാൻ, നബിയെയും കൊല ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനാണ് ഖന്തക് യുദ്ധം എന്ന് പറയുന്നത്. ആ മദീനയിലേക്ക് അവർ അടുക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ സഹാബത്തും ഉണ്ടാക്കിയ
ഒരു കിടങ്ങാണ് ഖന്തക്ക് എന്ന് പറയുന്നത് അല്ലേ. ആ ഖന്തക്ക് യുദ്ധം അല്ലെങ്കിൽ മറ്റൊരു പേര് അഹ്സാബ് യുദ്ധം, രണ്ടും അതിന് പറയാറുണ്ട്. ആ അഹ്സാബ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതേപോലെ സഹാബത്തൊക്കെ എങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇത് ജാഊകും മിൻ ഫൗകിക്കും വമിൻ അസ്ഫല മിൻകും. ആ ശത്രുക്കളായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ വിശ്വാസികളുടെ അടുത്തേക്ക് വന്ന സന്ദർഭം, മുഗൾ ഭാഗത്തിലൂടെയും തായ് ഭാഗത്തിലൂടെയും അങ്ങനെ വഇസ്സാഖത്തിൽ അബ്സാർ, കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന, തെന്നിപ്പോകുന്ന ആ സന്ദർഭം, വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവാണെന്ന് ഉറപ്പിക്കണ ആ സന്ദർഭം, വതളുന്നൂന ബില്ലാഹി ദുലൂൻ, അള്ളാഹുവിനെ പറ്റി പല ധാരണകളും അവർ ധരിച്ചു പോയി. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂന, ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു, വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, അതിശക്തമായ കിടുകിട അവർ വിറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൂമിയല്ല, മറിച്ച് അവരുടെ മനസ്സ് ആ രൂപത്തിൽ വെപ്രാളം കൊള്ളുന്ന ഒരു സന്ദർഭമായിരുന്നു ആ മദീനായിലെ ആ ശത്രുക്കളൊക്കെ വളഞ്ഞ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരൊറ്റ കാറ്റ്, ഒരു കാറ്റ്, ആ കാറ്റ് അങ്ങോട്ട് വന്നപ്പോൾ ശത്രുക്കളൊക്കെ ഒരിക്കൽ നിൽക്കാൻ കഴിഞ്ഞില്ല, ഒരു തിരിച്ചോടി. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ കാണാത്ത എന്ന് പറഞ്ഞാൽ മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആട്ടിയോടിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ ഒരു യുദ്ധമില്ലാതെ തന്നെ വലിയ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മദീനായിലെ മുസ്ലിങ്ങളെയും പ്രവാചകനെയും സഹാബത്തിനെയും അല്ലാഹു രക്ഷപ്പെടുത്തി. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങളെ, ഇത് ഇങ്ങനെ പ്രവാചകന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ പ്രവാചകന് കിട്ടിയ വിജയമാവട്ടെ, നേട്ടമാവട്ടെ, ആ നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആര് സഹിച്ചിട്ടുണ്ട്? പ്രവാചകൻ തിരുമേനി സഹിച്ചിട്ടുണ്ട് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് ഇങ്ങനെ ഒരു വിശ്വാസം, ഈ ഒരു വാക്കിലുള്ള വചനത്തിലുള്ള വിശ്വാസം, എന്താ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലേ? നിങ്ങൾ നമ്മളെ ജീവിക്കുന്ന കാലഘട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അടുത്തുള്ള ഫലസ്തീൻ, എന്നും പീഡനം അല്ലേ? ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, മര്യാദക്കൊന്ന് കിടന്നുറങ്ങാൻ താമസം ഇടമില്ല അല്ലേ? കൂരയില്ല. അതിങ്ങനെ കാണാണ്. അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് കവിളിലൂടെ ഒഴുകി വരുന്നത് രക്തമാണ് അല്ലേ? കരഞ്ഞ് കരഞ്ഞ് രക്തം, എന്നും അവർക്ക് കരച്ചിൽ, ദുഃഖം. പക്ഷേ അള്ളാഹ് പറയുന്നത് എന്താ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു ദിവസം ഈ കുഞ്ഞു മക്കളൊക്കെ എന്ത് ചെയ്യും? അവരുടെ മുഖത്ത് പുഞ്ചിരിച്ച് തൂകുന്ന, അത് ചിലപ്പോൾ ദുനിയാവൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? പരലോകത്ത് വെച്ചിട്ട് പുഞ്ചിരി തൂകുന്ന ഒരു ദിവസം വരും എന്നതാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. എത്ര പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടോ ആ പ്രയാസത്തിനനുസരിച്ച് ആശ്വാസം അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ലാഹു തആല ദുനിയാവിലും തരും, ആ ദുനിയാവ് കഴിഞ്ഞാലും തരും. ചിലപ്പോൾ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധിച്ചോളണമെന്നില്ല. മരണത്തോടു കൂടി തന്നെ അയാളുടെ ആശ്വാസം ആ ഖബറിലും ആ ഖബറിൻ്റെ ശേഷമുള്ള ജീവിതത്തിലും അയാൾക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ, ആ മരണത്തോടു കൂടി തന്നെ ആ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കും. അവർക്ക് പോവാനുള്ള ആ സ്വർഗം അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ആശ്വാസം ലോകത്ത് എന്താണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ളത്? അത് ഫഇന്ന മഅൽ ഉസ്രി. ഇതിനെന്ത് വേണം? സത്യവിശ്വാസം വേണം. സത്യവിശ്വാസം ഇല്ലാതെ എന്തുണ്ടാവൂല? സത്യവിശ്വാസം ഇല്ലാതെ നമുക്ക് ആശ്വാസം കിട്ടും. അത് താൽക്കാലികമായിരിക്കും. അത് സ്ഥിരത ഉണ്ടാവുമോ? സ്ഥിരത ഉണ്ടാവില്ല. എന്നാൽ സത്യവിശ്വാസത്തോടു കൂടി ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല ദുനിയാവിനപ്പുറമുള്ള ഒരു ആശ്വാസം അല്ലാഹു നൽകും എന്നുള്ളതാണ് അല്ലേ? പിന്നെ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തുണ്ടാവും? പരീക്ഷണങ്ങൾ തുടർന്നും കൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളില്ലാത്തൊരു ദിവസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? ചിലപ്പോൾ ചിലത് പരീക്ഷണമാണെന്ന് നമുക്ക് അറിയില്ല. എനിക്കല്ല സൗകര്യമാണ്, പക്ഷേ ആ സൗകര്യം അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ തെളിവ്? വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, പിന്നെന്താണ്? വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്
വബശ്ശിരി സ്വാബിരീൻ. അള്ളാന്റെ പ്രയോഗം നോക്കി നിങ്ങള്. വലനബുലുവന്നക്കും എന്താ അർത്ഥം? നാം നിങ്ങളെ പരീക്ഷിക്കുന്നാണോ? പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നാണോ? പോരാ, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ മരിച്ചു വീഴുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ ദുനിയാവിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരാളും അതിന് മുക്തല്ല. ഒരാളും മുക്തല്ല. എങ്ങനെയാണ് അള്ളാഹു തആല ദുനിയാവ് പരീക്ഷിക്കണം? ഒന്നാമത് പറഞ്ഞ എന്താ? ബിശൈഇം മിനൽ ഖൗഫ്. എന്താ അതിന്റെ അർത്ഥം? പേടി കൊണ്ടാവും. പേടി എന്നല്ല, മറിച്ച് പേടിയുടെ ഒരു ശതമാനം കൊണ്ട്, ഒരു ഭാഗം. എന്താ? ഒരു ചെറിയ ഭാഗം. 100% പേടി അള്ളാഹു നിങ്ങൾക്കൊന്നും ആർക്കും തരൂല, ദുനിയാവിൽ ആർക്കും കൊടുത്തിട്ടില്ല. 100% പേടി കൊടുത്താൽ എന്താ ഉണ്ടാവുക? 100% ഭയം നിങ്ങളുടെ തലച്ചോറിലേക്കാണ് കയറി എന്താ ഉണ്ടാവുക? ബോധരഹിതനാവും. ബോധരഹിതനായ പിന്നെന്താ? മരിക്കും അല്ലേ? അപ്പം 100% പേടി എന്ന് പറയുന്നത്, ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കൂല. മറിച്ച് പരീക്ഷണം എങ്ങനെ ഉണ്ടാവുക? ബിശൈഇം മിനൽ ഖൗഫ്. രണ്ടർത്ഥാണ് അതിനുള്ളത്. ഒന്ന്, ഒരിത്തിരി ശതമാനം അല്ലേ, ഒരു 40, 10, 20% പേടി തരും. അല്ലെങ്കിൽ പേടിയുടെ പല ഐറ്റങ്ങൾ ഉണ്ടാവും. എന്താ? എനിക്കിപ്പോൾ പേടി, എൻ്റെ ജോലി പോവോ, എൻ്റെ മോന് ജയിക്കുവോ, ഇങ്ങനെ ഭയം അല്ലേ? ഇന്ന ആള് പിന്നെ ഹോസ്പിറ്റലിലാണ്, അവൻ്റെ രോഗം സുഖമായിട്ട് തിരിച്ചു വരുമോ, പാപ്പയായി എനിക്ക് എപ്പോഴും പേടി ഉണ്ടാവും അല്ലേ? ഇനി വേറെ പേടി, ഇസ്രായേൽ അടിക്കുവോ, അവിടെ മിസൈൽ കണ്ട്, ഇവിടെ ഇത് കണ്ട്, ഇവിടെ മറ്റോടത്ത് അതിലൂടെ പോയിന്, അത് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞ് ഞാനും പേടിക്കും, കേൾക്കണങ്ങളും പേടിക്കും. ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നാവും അല്ലേ? ആ രൂപത്തിൽ അയാൾക്ക് അറ്റാക്കായി മരിച്ചോലോ, മറ്റവന് സ്ട്രോക്കായി. അപ്പം കേൾക്കുമ്പോൾ എൻ്റെ ആളും ഉണ്ടല്ലോ ഇപ്പം അവിടെ അങ്ങേ പുറത്ത്, അപ്പോഴും നമുക്ക് പേടിയായി. ഇങ്ങനെ നോക്കി നിങ്ങൾ ഒരു ദിവസം നേരം പുലർന്ന് അടുത്ത ദിവസം വരുന്നവരെ എല്ലാ നിമിഷത്തിലും ഓരോ രൂപത്തിലുള്ള ഭയം കൊണ്ട്. അത് ചിലപ്പോൾ കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം പറ്റിയല്ലോ ഇപ്പോൾ കഴിഞ്ഞ മാസം, അത് എങ്ങനെ നികത്താം, ഇനിയും ഈ മാസം കച്ചവടത്തിൽ നഷ്ടം വരുമോ, ഒരു ഭയം, കച്ചവട നഷ്ടം അല്ലേ? അല്ലെങ്കിൽ തോട്ടം, ആ തോട്ടം കാറ്റടിച്ച് എല്ലാ റബ്ബറും എന്തായി, എൻ്റെ കൃഷിയിടങ്ങളൊക്കെ മറിഞ്ഞു വീണു കാറ്റുമൂലം, ഇനി എങ്ങനെ ഇപ്പം ഞാൻ നികത്തുക അല്ലേ? എൻ്റെ കടക്ക് അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് തീ ഏറ്റു, ഫയർ ഏറ്റു എന്ന് പറഞ്ഞാൽ തീപിടുത്തുണ്ടായി ഒക്കെ കരിഞ്ഞു, എങ്ങനെ ഇപ്പം ഞാൻ നികത്തുക, ഇനി എനിക്ക് രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ഏതേത് മേഖലകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നു ആ മേഖല കൊണ്ട് അള്ളാഹു തആല ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ രൂപത്തിലുള്ള ഭയം. അതുകൊണ്ട് അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം നോക്കി നിങ്ങൾ. പേടിയെന്ന് മാത്രമല്ല പറഞ്ഞത്, ബിശൈഇം മിനൽ ഖൗഫ്. ബിശൈഇം മിനൽ ഖൗഫ്, പേടിയുടെ ഒരു ഐറ്റം കൊണ്ട്, ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള പേടി. ഇപ്പം നമുക്ക് ഇവിടെ യുദ്ധപേടിയാണെങ്കിൽ നമ്മളെ നാട്ടിലെത്തുമ്പോൾ വെള്ളപ്പൊക്കാവും അല്ലേ? അല്ലെങ്കിലോ വാഹനാപകടമാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നതാവും. എങ്ങനെ ഇപ്പം ഞാൻ ആ ഫ്ലൈറ്റിൽ, ആ കമ്പനീൻ്റെ ഫ്ലൈറ്റിൽ പോവാ, അതിൽ ഞാൻ പോകുന്നില്ല, അത് തകർന്നു, അങ്ങനെ പേടി അല്ലേ? ഈ രൂപത്തിൽ മരിക്കാൻ വലിയ പണിയുണ്ടോ? ഇവിടെ നിന്നോടത്തുനിന്ന് ഞാനത് മറിഞ്ഞു വീണ് മരിക്കൂലേ? അപ്പോൾ ഇങ്ങനെ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള ഭയം കൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്യും? പരീക്ഷിക്കും. അപ്പം പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ചര്യയാണ്. അപ്പം ആ പേടി മാത്രമല്ല, പിന്നെന്തുണ്ടാവും? പേടി വന്നാൽ അടുത്ത് വരാൻ പോണെന്താ? ഇവിടെ ഇപ്പോൾ യുദ്ധ പേടി വന്നാൽ അടുത്തെന്താ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ദാരിദ്ര്യം ഉണ്ടാവും. എങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവണേ? ഇല്ല, വെള്ളമൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ഇയാളെ ഗോഡൗണിൽ വെക്കും, നമുക്ക് വെള്ളമില്ല, ദാരിദ്ര്യം വന്ന് അല്ലേ? അല്ലെങ്കിൽ ഇന്ന രാജ്യം ആ വെള്ളം തടുക്കും, ആ വരുന്ന ശുദ്ധവെള്ളം എന്ത് ചെയ്യും? അവിടെ തടുത്തു വെക്കും, തടസ്സം സൃഷ്ടിക്കും, ഇങ്ങനെ ദാരിദ്ര്യം വരും. ഭക്ഷണം പൂഴ്ത്തി വെക്കും, ദാരിദ്ര്യം വരും അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇനിയോ വലിയ കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരിതോ കെമിക്കലോ ഉപയോഗിച്ച് അങ്ങനെയും ദാരിദ്ര്യം വരും. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക ചുരുക്കം കൊണ്ട് അല്ലേ, സാമ്പത്തിക നഷ്ടം കൊണ്ട്, പിന്നെ വൽ അംഫുസ്, ആൾ നാശം കൊണ്ട് അല്ലേ, വല്ല ഇതൊക്കെ വെതറിയാൽ ഒരുപാട് ആളുകളാണ് മരിച്ചു പോവും
വല്ല യുദ്ധമൊക്കെ ഉണ്ടായാൽ ഒരുപാട് ആളുകളാണ് തകർന്നു പോകും. ഇങ്ങനെയുള്ള നഷ്ടം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഖുർആൻ പറയുന്നത് എന്താ? വബശ്ശിരി സ്വാബിരീൻ. പറയാനല്ല എളുപ്പമുണ്ട്. വബശ്ശിരി സ്വാബിരീൻ. ഈ സന്ദർഭത്തിലൊക്കെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എങ്ങനെ പിടിച്ചു നിർത്തുന്നത്? പേടിണ്ടാവുമ്പം മനുഷ്യൻ പലയിടത്തേക്കും പിന്നെ രക്ഷ കിട്ടാൻ വേണ്ടി പോകും. നമ്മളിപ്പോൾ ഒരു ഭയപ്പാടിലാണ്. ആ ഭയപ്പാട് ഇങ്ങനെ ഉണ്ടാവുമ്പം, ഞാൻ ഇപ്പോൾ വിശ്വാസി തന്നെ, നിങ്ങളും വിശ്വാസിയാണ്. ഭയപ്പാടുണ്ടാകുമ്പോൾ എങ്ങനെ ഇപ്പം രക്ഷപ്പെടാൻ മാർഗം? അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കുക. പിശാച് അവിടെ വരും. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയും. അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുൽ ചെയ്യും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിനൊക്കെ കാരണം എന്താ? നമ്മളെ മനസ്സിലെ പേടിയാണ്. മറ്റൊരു കാരണം നമ്മളെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ കുറവാണ്. അപ്പം ഇങ്ങനെ പേടി ഉണ്ടാവുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിലുള്ള തവക്കുൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകും. അങ്ങനെ പോവാതെ മറ്റിടങ്ങൾ തേടാതെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് ആരാണോ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ഓൻക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതിനെന്താ മാർഗം? എന്താ അതിന് കാരണം പറഞ്ഞിട്ടുള്ള അല്ലാഹു? ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആലോചിക്കുക, ഒരു മുസീബത്ത്, ഒരു ആപത്ത്, ഒരു വിപത്ത് ഒരാൾക്ക് വാദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തിന് വാദിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ പറയേണ്ടത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി? നമ്മൾ മരിക്കുമ്പോൾ ഒക്കെ അങ്ങനെ പറയും. മരണ വാർത്ത കേട്ടാൽ പറയും. എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും നാം അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ മുൽക്കിലാണ് ഈ ഭൂമിയിൽ. എൻ്റെ ഇതുകൊണ്ടൊന്നല്ല ഞാൻ ഇവിടെ ജീവിക്കണത്. എൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടോ എൻ്റെ ശരീരത്തിൻ്റെ പുഷ്ടിയും ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇവിടെ ജീവിക്കണേ. മറിച്ച് റബ്ബിൻ്റെ അധീനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ ആ ബോധം ഉണ്ടാവും. റബ്ബിൻ്റെ അധീനത്തിലാണ് ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവും. പിന്നെ പറയണത് എന്താ? വൈന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചല്ല. അള്ളയാണ് നമ്മളായിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് അള്ളാഹു തആല തിരിച്ചു കൊണ്ടുപോകും. ഈ ഒരു ബോധം ശരിക്കും ഒരു മനുഷ്യനാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൻ ക്ഷമിക്കാൻ കഴിയും. ഏത് ദുരിതത്തെയും പിന്നെ കടക്കാൻ, ഏത് ദുരിതവും ഏത് പ്രയാസവും സഹിക്കാനും ക്ഷമിക്കാനും സബർ ചെയ്യാനും അവന് സാധിക്കും. അതുകൊണ്ടാണ് വബശ്ശിരി സാബിരീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്ത് പറയണത്? ഈ ഒരു വിശ്വാസമുള്ളവർക്ക് ആ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള. എന്നിട്ട് അല്ലാഹ് പറയാ ഉലൈക അലൈഹിം. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. എങ്ങനെയുള്ള? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ വിശ്വാസത്തിൽ അടിയുറച്ചു കൊണ്ട് ക്ഷമിച്ചു നിൽക്കുന്ന ആ മനുഷ്യന്മാർ, ഏത് മുസീബത്ത് ബാധിച്ചാലും ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾ, ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അവർക്കാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഉള്ളത്. വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യമുള്ളത്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഈ ഭൂമിയിൽ ഹിദായത്ത് ലഭിച്ച മനുഷ്യന്മാർ അവരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ ഹിദായത്ത് ലഭിക്കണം. അപ്പോൾ വിശ്വാസം ശരിയാവാതെ, വിശ്വാസം റെഡിയാവാതെ, അത് യക്കീനുള്ള വിശ്വാസമല്ലാതെ ഈ ഭൂമി നമ്മൾ മരിച്ചു പോയാൽ ഇനി എന്തെങ്കിലുമൊക്കെ ആ വിശ്വാസത്തിന് ചാഞ്ചല്യം വരുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പേടി. ആ കച്ചവടം നഷ്ടമാവും, അല്ലെങ്കിൽ വേറെ ഇത് നഷ്ടമാവും, പിന്നെ കുടുംബത്തിലെ മെമ്പർമാരുടെ മരണമാകും, അല്ലെങ്കിലോ ലോകത്ത് തന്നെ ബാധിച്ചിട്ടുള്ള ഒരു നിർഭയത്വമില്ലായ്മയാവും. ഇങ്ങനെയുള്ള ഓരോ പേടി കൊണ്ടൊക്കെ പേടിക്കും. പിന്നെ ആ ഭയം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമ്പോൾ നമുക്ക് അടിയുറച്ച് നിൽക്കാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആ മുവഹിദായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എന്തുണ്ട്? ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്ത് ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോഴെന്ത് കിട്ടും നമുക്ക്? ഇങ്ങനെ നമ്മളെ ജീവിതം ഭൂമിയിൽ നയിച്ചാൽ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഈ ജീവിതത്തിൽ നിന്ന്, ഈ ദുനിയാവിൽ നമ്മൾ മരിച്ചാലും നമുക്ക് വരാൻ പോകുന്നത് എന്താ? യുസ്റ, ഒരു ആശ്വാസമാണ് വരാൻ പോകുന്നത്. അല്ലേ? ഇവിടെ അല്ല ഭൂമിയിലെ കയറ്റൊക്കെ താണ്ടി 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 പോയാൽ ആ നാളെ പരലോകത്ത് വരുന്ന ഇറക്കം ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ കഴിയും. അല്ലേ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. മതി അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഇന്നൊരു മരണം സംഭവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അല്ല
നമ്മളെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഹജ്ജ് ഉംറ സെക്രട്ടറി അൻവർ കാളിക്കാവ് എന്ന് പറഞ്ഞ